പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിലെ വചനചിന്തയ്ക്കായി 1 രാജാക്കന്മാർ 8-ാം അധ്യായം 56-ാമത്തെ വാക്യം. തന്റെ ദാസനായ മോശെ മുഖാന്തരം അരുൾ ചെയ്ത അവന്റെ നല്ല വാഗ്ദാനങ്ങൾ എല്ലാറ്റിലും വെച്ച് ഒന്നെങ്കിലും നിഷ്ഫലമായിട്ടില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് നൽകി തന്ന എല്ലാ നല്ല വാഗ്ദത്തങ്ങൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. കാരണം ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്. അത് തീർച്ചയായും സത്യമാണ്. അത് നിവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. മനുഷ്യൻ നൽകിയ വാഗ്ദാനങ്ങൾ സാഹചര്യം അനുസരിച്ച് മാറി മറിയാം. എന്നാൽ നമ്മുടെ ദൈവം വാക്കിൽ മാറ്റമില്ലാത്തവനാണ്. അവിടുന്ന് അരുൾ ചെയ്ത ഒരു വാക്കുപോലും വെറുതെ ആകില്ല. അത് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വൈകുന്നു എന്ന് നമുക്ക് തോന്നിയേക്കാം. എങ്കിലും പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ കൃത്യസമയത്തായിരിക്കും. അവിടുത്തെ പദ്ധതികൾ നമുക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ചതും അനുഗ്രഹവുമായിരിക്കും. അതുകൊണ്ട് മനുഷ്യന്റെ മാറിപ്പോകുന്ന അഭിപ്രായങ്ങൾക്കോ വാഗ്ദാനങ്ങൾക്കോ ചെവി കൊടുക്കാതെ ദൈവത്തിന്റെ മായാത്ത വാക്കിൽ, മാറ്റമില്ലാത്ത വചനത്തിൽ നമുക്ക് ശ്രദ്ധ ഉറപ്പിക്കാം. ദൈവം പറഞ്ഞത് അത് നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കുക തന്നെ ചെയ്യും. ദൈവം തന്ന വാഗ്ദത്തങ്ങൾ കിട്ടാൻ സാധ്യതയില്ല എന്ന് നമുക്ക് തോന്നിയാലും ഒരു പുതിയ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. അവിടെ നിന്ന് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും നമുക്ക് വേണ്ടി തീർച്ചയായും നിവർത്തിച്ചിരിക്കും. നിവർത്തിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല ദൈവശബ്ദത്തിനായി സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിന്റെ കരം ഈ പ്രഭാതത്തിൽ ഞങ്ങളോടുകൂടെ ചലിക്കുന്നതിനായി സ്തോത്രം. ഈ വചനം കേട്ട ഓരോ മക്കളെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.